ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും അൽഫോൺസാമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ. ജൂലൈ 28 ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിയായ ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും പുണ്യദിനം. നമ്മെ പോലെ തന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് സഹനങ്ങൾ ചോദിച്ചു വാങ്ങി ഈശോയ്ക്ക് വേണ്ടി ഈ ജീവിതം സമർപ്പിച്ചവൾ. സഹനത്തിന്റെ ആ മാതൃകയെ നമുക്ക് കൂടുതൽ അടുത്തറിയാം. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൺസാമ അനേകായിരങ്ങളിൽ സുവിശേഷത്തിന്റെ ആവേശം പകരാൻ മിശിഹ അനുഗ്രഹണത്തിന്റെ അഗ്നി കൊളുത്താൻ പീഠത്തിന്മേൽ ഉയർത്തിവെക്കപ്പെട്ട വിളക്കാണ്. ജീവിത വിശുദ്ധി കൊണ്ട് വിശുദ്ധ അൽഫോൺസാമ ഇന്നത്തെ ലോകത്തിന് മാതൃകയാണ്. കേരളത്തിലെ കുടമാളൂർ ഇടവകയിലെ മുട്ടത്ത് പാടത്ത് കുടുംബത്തിൽ 1910 ഓഗസ്റ്റ് 19 അന്നക്കുട്ടി എന്ന അൽഫോൺസാമ പൂജാതയായി. ചെറുപ്പത്തിലെ തന്നെ ഒരു കന്യാസ്ത്രീ ആകണമെന്ന ആഗ്രഹം ആ കൊച്ചു മനസ്സിൽ നിറഞ്ഞിരുന്നു. യേശുവിനാൽ സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടവൾ യേശുവിനോട് കൂടി യേശുവിന് വേണ്ടി ജീവിച്ചു. കൊച്ചു ത്രേസ്യ പുണ്യവതിയോട് ചെറുപ്പത്തിലെ തന്നെ ഒരു പ്രത്യേക ഭക്തിയുണ്ടായിരുന്ന അൽഫോൺസ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വലിയ പുണ്യവതിയാകണമെന്ന് ആഗ്രഹിച്ചു. അൽഫോൺസാമയുടെ പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവും ലോകദൃഷ്ടിയിൽ അധികമാരും അറിഞ്ഞിട്ടില്ലാത്ത അവളെ ദൈവം വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് ഉയർത്തിയതിന്റെ പിന്നിലെ രഹസ്യം. വിശുദ്ധ പൗലോസ് ശ്ലീഹായെ പോലെ സ്നേഹത്തിന്റെ പിന്നാലെ അവളും ഓടുകയായിരുന്നു. കർത്താവേ, എന്നെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ബലിവസ്തുവാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന സ്നേഹം. അസഹ്യമായ സഹനങ്ങളിൽ ഉറങ്ങാതെ കിടക്കുമ്പോൾ നീ എന്തു ചെയ്യുകയാണ് എന്ന ചോദ്യത്തിന് ഞാൻ സ്നേഹിക്കുകയാണ് എന്ന് മറുപടി പറയാൻ കഴിയുന്ന സ്നേഹം. നീ ചോദിക്കുന്നതെല്ലാം ഞാൻ തന്നില്ലേ, അതുപോലെ ഞാൻ ചോദിക്കുന്നത് നീയും തരയണമേ എന്ന് സർവ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പറയാൻ കഴിയുന്ന സ്നേഹം. അൽഫോൺസാമയുടെ ജീവിത ഊഷ്മളവും തീഷ്ണവുമാക്കിയത് ഈ സ്നേഹമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, ആപത്തോ, വാളോ എന്ന പൗലോസ് ശ്ലീഹായുടെ ഈ ചോദ്യത്തിന് സ്വന്തം ജീവൻ കൊണ്ട് സാക്ഷ്യം നൽകിയ വിശുദ്ധിയാണവൾ. കരയേറ്റ ഒരു സന്യാസിയുടെ ആന്തരിക അച്ചടക്കത്തിന്റെ ഒരു കഥയാണ് അവളുടെ ജീവിതം. സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് ഉയർത്തിക്കാട്ടി സന്യാസത്തിന്റെ മാറ്റം നിന്ന് ലോകത്തിന് പഠിപ്പിച്ചവൾ. 1946 ജൂലൈ 28 തന്റെ സഹനബലി പൂർത്തിയാക്കി. അങ്ങനെ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായി ലോകത്തിലും വിശിഷ്യ ഭാരതത്തിലും വിശുദ്ധിയുടെ പരിമളം പരത്തുന്നു. നന്ദി, നമസ്കാരം.